നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെയാണ് ഈ വർഷത്തിലെ ആദ്യത്തെ ഏകാദശിയായ സഫല ഏകാദശി. ജീവിത വിജയവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആചരിക്കേണ്ട വ്രതമാണ് സഫല ഏകാദശി വ്രതം. ഇത്തവണത്തെ സഫല ഏകാദശി 2024 ജനുവരി 7 തീയതി ഞായറാഴ്ചയാണ് വരുന്നത്. നിഷ്ഠയോടുകൂടി ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതായി ഈശ്വരാനുഗ്രഹമുള്ള നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിഷ്ഠയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അളവറ്റ ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ്. എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് സഫല ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസവും ദ്വാദശി ദിവസവും അരിയാഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. മറ്റുള്ള സമയത്ത് പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. ഇനി പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. ഏകാദശി ദിവസം അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും ഉത്തമമാണ്. കൂടാതെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക. ഭഗവാന് തുളസിമാല, ത്രിമധുരം, തൃക്കൈവെണ്ണ, പാൽപ്പായസം, അങ്ങനെ നിങ്ങളെക്കൊണ്ട് ഏതു വഴിപാടാണോ നടത്തുവാൻ സാധിക്കുന്നത് അവ നടത്താവുന്നതാണ്. ഇനി ക്ഷേത്രത്തിലിരുന്ന് നാമം ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിലിരുന്ന് നാമം ചൊല്ലാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. കൂടാതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കഴിയുന്നത്ര തവണ ഈ ഹരേ രാമ മന്ത്രം ചൊല്ലുക. ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ, മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. മാത്രമല്ല ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം എന്നീ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ശ്രവിക്കാവുന്നതോ ആണ്. ഇനി ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. സഫല ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം. ജനുവരി 7 തീയതി വൈകിട്ട് 6:41 മുതൽ ജനുവരി 8 തീയതി രാവിലെ 6:30 വരെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടുന്ന സമയം. പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. സഫല ഏകാദശിയുടെ പാരണ സമയം ഏതാണെന്ന് നോക്കാം. ജനുവരി 8 തീയതി രാവിലെ 7:15 മുതൽ രാവിലെ 10:43 വരെയാണ് പാർണ വീടേണ്ട സമയം. പാർണ വീടേണ്ട സമയം തീരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും കൃത്യമായി പാർണ വീടേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാർണ വീടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസി ഇലയും മലരും ചന്ദനവും ഇട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാർണ വീടാവുന്നതാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമമാണ്. മാത്രമല്ല ഏകാദശി ദിവസം വൈകിട്ട് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ്. പ്രസീത തുളസി ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ മദനോത്ഭുതേ തുളസീത്വം നമാമ്യഹം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുവാൻ. നാളെ വർഷത്തിൽ ഒരേ ഒരു തവണ വരുന്ന സമ്പൽ സമൃദ്ധി വാരി വിതറുന്ന സഫല ഏകാദശി ദിവസം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതിനായി ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഏകാദശി ദിവസം ഭക്തിയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എത്ര വലിയ കാര്യമാണെങ്കിലും ശരി അത് അതുപോലെ തന്നെ നടക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നതെന്തും
നമുക്ക് നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതുമാണ്. ഇനി ഈ ഒരു പരിഹാരം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജനുവരി 7-ാം തീയതി ഞായറാഴ്ച, അതായത് നാളെ പുലർച്ചെ 4 മണി മുതൽ രാത്രി 10 മണിക്കുള്ളിൽ ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. അതുപോലെ തന്നെ അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാലും കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ധൈര്യമായി ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി ആവശ്യമുള്ളത് 1 സ്പൂൺ പച്ചരിയാണ്. ഇനി നിങ്ങളുടെ പക്കൽ പച്ചരി ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതരിയും ഈ ഒരു പരിഹാരത്തിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. പൊതുവായി താന്ത്രിക പരിഹാരങ്ങൾക്ക് കൂടുതലായും നമ്മൾ പച്ചരിയാണ് പ്രയോജനപ്പെടുത്താറ്. അതുകൊണ്ട് പച്ചരി ഉള്ളവർ അല്ലെങ്കിൽ പച്ചരി വാങ്ങി ഇത് ചെയ്യുവാൻ സാധിക്കുന്നവർ പച്ചരി കൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി പച്ചരി ഇല്ലാത്തവരും കടയിൽ നിന്നും വാങ്ങുവാൻ സാഹചര്യമില്ലാത്തവരും കുത്തരിയോ അല്ലെങ്കിൽ വെള്ളയരിയോ പുഴുക്കലരിയോ റേഷനരിയോ അങ്ങനെ നിങ്ങളുടെ പക്കലുള്ള അരി കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. ഒരുപാട് അരിയുടെ ആവശ്യമില്ല, 1 സ്പൂൺ അരി മാത്രം മതിയാകും. ഇനി രണ്ടാമതായി ആവശ്യമുള്ളത് ബേ ലീഫാണ്. അതായത് കറുകപ്പട്ടയുടെ ഇലയാണിത്. ബേ ലീഫ് എടുക്കുമ്പോൾ കീറിയതും പൊട്ടിയതുമായ ഇലകൾ എടുക്കുവാൻ പാടില്ല. ഇനി അടുത്തതായി ആവശ്യമുള്ളത് ഒരു ചെറിയ പ്ലാസ്റ്റിക് ടിന്നോ അല്ലെങ്കിൽ ഒരു ബോക്സോ ആണ്. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും ശരി, അതല്ല ചെറിയ ബോക്സ് ആണെങ്കിലും ശരി, അതിന് അടപ്പുള്ള പാത്രം നോക്കിയെടുക്കുക. അതാണ് പ്രധാനം. ഇനി ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇതൊന്നുമില്ല എങ്കിൽ അടപ്പുള്ള സ്റ്റീൽ ഡപ്പയോ അല്ലെങ്കിൽ ചോറ്റുപാത്രമോ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അത് ഈ ബേ ലീഫിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി എഴുതുവാനായി ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേനയാണ് ഉപയോഗിക്കേണ്ടത്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന, സ്കെച്ച്, മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ബേ ലീഫിൽ എഴുതുന്നതിന് മുൻപായി ആദ്യം നമ്മൾ എഴുതേണ്ടത് വിഷ്ണു ഭഗവാന്റെ അതിശക്തിയാർന്ന ഒരു തിരുനാമമാണ്. ആ തിരുനാമം എഴുതിയതിനു ശേഷമേ നിങ്ങളുടെ ആഗ്രഹം എഴുതുവാൻ പാടുള്ളൂ. ഓം നമോ നാരായണായ എന്ന അതിശക്തിയാർന്ന ഭഗവാന്റെ തിരുനാമമാണ് ബേ ലീഫിൽ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം ഒരു വാക്കിൽ അല്ലെങ്കിൽ കുറഞ്ഞതൊരു 3 വാക്കിൽ എഴുതുക. ഉദാഹരണമായി നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമാണ് ഉള്ളതെങ്കിൽ, അതായത് അത് കടബാധ്യത ആയിരിക്കാം, അല്ലെങ്കിൽ പണയത്തിലുള്ള സ്വർണമോ സ്വത്തുക്കളോ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരാകാം. ഇനി അതല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരാകാം. ഇനി പലിശക്കെടുത്ത പണം തിരികെ കൊടുക്കാനാവാതെ വിഷമിക്കുന്നവരാകാം. ഇനി അതുമല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു ഗതിയുമില്ലാതെ മുന്നിൽ ഒരു വഴിയുമില്ലാതെ വിഷമിക്കുന്നവരാകാം. ഇനി അതല്ലെങ്കിൽ കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരുമാകാം. അങ്ങനെ ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിലും ബേ ലീഫിൽ ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ തിരുനാമം എഴുതിയതിനു ശേഷം അതിന് താഴെയായി പണം അല്ലെങ്കിൽ സമ്പത്ത് എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു ജോലിക്കായി വിഷമിക്കുന്നവരാണ് എങ്കിൽ നല്ല ജോലി അല്ലെങ്കിൽ തൊഴിൽ എന്നെഴുതാവുന്നതാണ്. ഇനി വിവാഹ തടസ്സങ്ങളുള്ളവർ വിവാഹം എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഭഗവാന്റെ തിരുനാമത്തിന് താഴെയായി സന്താന ഭാഗ്യം എന്നെഴുതാവുന്നതാണ്. ബേ ലീഫിന് വശ്യശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ബേ ലീഫിൽ ഭഗവാന്റെ തിരുനാമത്തോടൊപ്പം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതാണ്. ബേ ലീഫിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിലിൽ അല്ലെങ്കിൽ ബോക്സിൽ 1 സ്പൂൺ പച്ചരി ഇടുക. ആ പച്ചരിക്ക് മുകളിലായി എഴുതിയ ബേ ലീഫ് വെക്കുക. ഇനി ഒരേ സമയം തന്നെ നിങ്ങളുടെ ഒരു 5 ആഗ്രഹത്തിന് 5 ബേ ലീഫിൽ ഈ രീതിയിൽ തന്നെ എഴുതാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ആഗ്രഹത്തിന് 1 ബേ ലീഫാണ് എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്കൊന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആഗ്രഹമാണോ ഉള്ളത് അതിനനുസരിച്ച് ബേ ലീഫ് എടുക്കേണ്ടതാണ്. അതായത് ഒരു ഇലയിൽ നിങ്ങളുടെ ഒരാഗ്രഹം മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു 3 ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ 3 ബേ ലീഫ് എടുത്ത് അതിലാദ്യം ഭഗവാന്റെ തിരുനാമം എഴുതുക. പിന്നീട് ഓരോ ഇലയിലും നിങ്ങളുടെ ഓരോ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എഴുതാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന ബോക്സിൽ പച്ചരിയും എഴുതിയ ബേ ലീഫും വെച്ചതിന് ശേഷം ഭഗവാനെ നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട്
ആ ബേ ലീഫിന് മുകളിലായി ഒരു തുളസി കതിർ കൂടി വെക്കുക. അതിനുശേഷം ഈ ബോക്സ് നിങ്ങളുടെ വീട്ടിലെ ഏതു ഭാഗത്തും വെക്കാവുന്നതാണ്. പൂജാമുറിയിലോ അടുക്കളയിലോ വീട്ടിലെ ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ വെക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബോക്സ് അല്ലെങ്കിൽ ബോട്ടിൽ വെക്കുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങൾ കാണുന്നതിൽ തെറ്റില്ല. മറ്റുള്ളവർ പുറത്തുനിന്നും വന്നാൽ കാണാത്ത രീതിയിൽ വേണം ഈ ബോക്സ് വെക്കുവാൻ. ഇലയിൽ എഴുതിയ നിങ്ങളുടെ ആഗ്രഹം ഓരോന്നായി സാധിക്കുമ്പോൾ ആ ഇല കത്തിച്ച് കളയാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതിയ ആഗ്രഹം നിറവേറിയതിന് ശേഷം മാത്രമേ ഏതാഗ്രഹമാണോ നിറവേറിയത് ആ ആഗ്രഹം എഴുതിയ ഇല മാത്രം കത്തിക്കുക. ഇനി ബേ ലീഫ് കത്തിക്കുമ്പോൾ ഏത് ദിവസമോ ഏതു സമയത്തോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതിയ ആ ഇലയിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം ഈ പച്ചരി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ്. ഈ താന്ത്രിക പരിഹാരം നാളെ ഏകാദശി ദിവസം ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം മിന്നൽ വേഗത്തിൽ നിറവേറുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണിത്. അതുകൊണ്ട് തന്നെ നാളെ ഏകാദശി ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കുവാൻ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മാത്രം മതി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.